അത് മാത്രമല്ല, എന്താണ് പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്യാത്തത്, എന്താണ് ED അവരുടെ സ്ഥാപനങ്ങൾ റെയ്ഡ് ചെയ്യാത്തത് എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നതാണ് നാട്ടിൽ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട അതിൻ്റെ നേതാവാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമാണ്. അപ്പോൾ അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തെരഞ്ഞെടുപ്പിൽ പരാജയമുണ്ടായെങ്കിലും ഈ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച ഈ പ്രസ്ഥാനത്തെ ഇനിയും ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുന്നതിന് വേണ്ടി ഈ പുതിയ ഡീല് കേരളത്തിലെ മുഖ്യമന്ത്രിയായി വന്ന VD സതീശനും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും എല്ലാം ചേർന്ന് കേന്ദ്ര ഗവൺമെൻറ്റിനെയും ഏജൻസിയെയും എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് വളരെ സർപ്രൈസായിട്ട് ഇന്ന് രാവിലെ 6 മണി മുതൽ ഈ കേരളത്തിൽ അരങ്ങേറിയ ED പരിശോധന. പിണറായിയുടെ മകളെ നടത്തുന്ന ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ ഇവർ ഇങ്ങനെയുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഏജൻസികളെല്ലാം തന്നെ അന്ന് കൃത്യമായ അന്വേഷണവും പരിശോധനയും നടത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തരത്തിലുള്ള അഴിമതിയും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു കാര്യവും ഇതിലില്ല എന്നതിനെ സംബന്ധിച്ച് വ്യക്തമാക്കപ്പെടുകയാണ്. അവസാനം ഡൽഹി ഹൈക്കോടതി ഉൾപ്പെടെ ഈ കാര്യങ്ങൾ പറഞ്ഞതാണ്. പക്ഷേ കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സൃഷ്ടിക്കപ്പെട്ട ഈ പുതിയ ഡീലിൻ്റെ അടിസ്ഥാനത്തിൽ പിണറായി നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനത്തെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ജനങ്ങൾക്കിടയിൽ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്താൻ വേണ്ടിയാണ് വളരെ ആസൂത്രിതമായി ഈ ED പരിശോധന നടത്തിയത്. ഇന്ന് നടത്തിയ ഈ നാടകം, രാഷ്ട്രീയ പ്രേരിതമായ ഈ നാടകം മാത്രമല്ല, BJP, RSS, UDF ഡീലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഡീലായിരിക്കുന്നു എന്ന് സമർത്ഥിക്കുന്നതിന് വേണ്ടി നടത്തിയ ഈ പൊറാട്ട് നാടകവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ പരിശോധന കേരളീയ സമൂഹവും രാജ്യവും തള്ളിക്കളയുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ പരിശോധന നടത്തിയവർ ആ പരിശോധന നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അവരുടെ റിപ്പോർട്ട് ഈ കേരളീയ സമൂഹത്തിൻ്റെ മുന്നിൽ വെക്കണം. ആ പരിശോധന നടത്താൻ വന്ന ആളുകളെയും ജനങ്ങൾ എന്താ പറയുക ഒറ്റപ്പെടുത്തുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ തർക്കമില്ല. വെഡിങ് സ്റ്റൈലിംഗ് എനിക്ക് പാഷനും പ്രൊഫഷനുമാണ്. സ്വന്തം ഫ്രണ്ട്സിന്റെ വിവാഹമാകുമ്പോൾ അതെനിക്ക് പേഴ്സണലും. ഷാഹിനയ്ക്ക് ആന്റിക് നെക്ലസ് സെറ്റ്, കീർത്തിക്ക് ട്രഡീഷണൽ നഗാസ് കളക്ഷൻ, സാരയ്ക്കായി സിമ്പിൾ ആൻഡ് ക്ലാസി ഡയമണ്ട് സെറ്റ്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.